ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. എല്ലാവരും ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. നമുക്കപ്പം ലൈലുവിൻ്റെ പുതിയ സ്കൂളൊക്കെ കാണാം. ഓക്കെ ഓക്കെ. ഹായ് പറ. നമ്മൾ സ്കൂളെത്തി ഗൈസ്, സ്കൂള് തുടങ്ങി. അതാ ഇവിടെ തന്നെ ഇപ്പോൾ ആ ബലൂൺ എടുക്കാൻ നോക്കുന്നത്. മാനേജ്മെന്റും രക്ഷാകർതൃ സമിതിയും ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് നിയന്ത്രിക്കാനായി മൂന്ന് കവറുകളുണ്ട്. അതൊന്ന് തുറന്നു നോക്കൂ. അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് തുറന്നു നോക്കി. ഒന്നുമില്ല, കാര്യമാണ്. ആ കവർ, ആ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നമ്പർ മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇവർക്ക് ഈ ആദ്യം പറഞ്ഞു ഈ ടീച്ചറോട് ഒരു ചോദ്യം ചോദിക്കാം. മലയാള സിനിമാ വേദിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടി അല്ലെങ്കിൽ നടൻ
എല്ലാവരും പറയുന്ന ഉത്തരം പറയാതെ ഒരു വേറെ പറയും. ഇപ്പം കാവ്യ മാധവൻ, മഞ്ജു വാര്യർ എന്നിങ്ങനെ പറയാതെ വേറെ ആരെങ്കിലും പറയാം. പറയണ്ട, മനസ്സിൽ ഈ പേപ്പറിൽ എഴുതുക. അവിടെ പെണ്ണ് വെച്ചിട്ടുണ്ട്, എഴുതുക, 3 മടക്കാക്കുക, ആ കവറിലേക്ക് ഇടുക. ഞാൻ 3 മടക്കാക്കുക, ആ കവറിലേക്ക് ഇടുക. ഓക്കെ. അടുത്ത ഇവരോട് എന്ത് ചോദ്യം ചോദിക്കണ്ടേ? പറഞ്ഞോളൂ, ആ ഓഡിയൻസ് ആരെങ്കിലും പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ട കളറാണോ? ഇത്ര ഇഷ്ടപ്പെട്ട കളർ എഴുതാനാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ട കളർ എഴുതുക, അത് 3 മടക്ക് മടക്കുക, ആ കളറിലേക്ക് നിക്ഷേപിക്കുക. ഓക്കെ, അവിടെ കൈ വെച്ചു. ഇവരോട് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മലയാള സിനിമാ വേദിയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വില്ലൻ കഥാപാത്രം. ഓക്കെ, അത് എഴുതുക, 3 മടക്കാക്കി കവറിലേക്ക്. ഫസ്റ്റ് ചോദിച്ചത്, ഈ മേഡത്തോട് ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ട നടൻ ആരെയാണ് ചോദിച്ചത്. ഇപ്പോൾ മുന്നോട്ടേക്ക് കടന്നേപ്പോ ഫേസ് ടു ഫേസ് ആ കവർ ചേർത്ത് പിടിച്ചോളൂ. ആ ഇഷ്ടപ്പെട്ട നടനെ ഒരു 2 സെക്കൻഡ് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ കണ്ണിലേക്ക് എന്നത് സൂക്ഷിച്ചു നോക്കണം. ആ നടൻ അഭിനയിച്ച ഒരു 1-2 സിനിമകൾ ഒന്ന് മനസ്സിലേക്ക് ഓർത്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് കേട്ടോ. ടീച്ചർ എഴുതിയ നടൻ ജയസൂര്യ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയ്യടി കൂടി. ടീച്ചർ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഇഷ്ടപ്പെടുന്ന ടീച്ചർ ഒന്ന് മാനത്ത് നോക്കിയിട്ട് ഒന്ന് ആ കളറിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചില്ല. കണ്ണു തുറന്നോളൂ. ആകാശം അത്രത്തേറെ ഇഷ്ടമാണല്ലേ? സ്കൈ ബ്ലൂ ആണോ? അതെ. ടീച്ചർ ചോദിച്ച ചോദ്യം, മലയാളത്തിലെ വില്ലൻ ആ വില്ലനൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാമോ? ഒന്ന് കണ്ണടച്ച് നല്ല ഒന്നുകൂടി ആ നടനെ, ആ വില്ലൻ അഭിനയിച്ച കഥാപാത്രങ്ങളെ ഒന്ന് മനസ്സിലേക്ക്. ഓക്കെ, കണ്ടു തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണിലേക്ക് നോക്കും. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത വില്ലനാണല്ലേ? തമിഴിലും മലയാളത്തിലും ഒരുപാട് വിവാദങ്ങളിൽ ഏർപ്പെട്ട ഒരു വില്ലനാണല്ലേ? വിനായകനാണോ? ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈ. ഈ സമയം നമ്മുടെ തുടങ്ങുന്ന ഈ 3 ടീച്ചർക്കും ഒരു നല്ല കൈ. ഒന്നുകൂടി. താങ്ക് യു ടീച്ചർ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും മെന്റലിസം ഇഷ്ടമായോ? ഇഷ്ടമായി? ഓക്കെ. ഇനി അടുത്ത ഒരു ജെൻസിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. പല കളറിലുള്ള സോക്സുകളുണ്ട്. ഇതിൽ എൻ്റെ കൈ
നമ്മൾ വീട്ടിലെത്തി ഗൈസ്. നമ്മൾ അവിടെ നിന്ന് പിന്നെ അധികം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഈ ലിയോ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് അവനിങ്ങനെ അവൻ്റെ പുറകെ നടക്കണം. പിന്നെ അങ്ങനെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയിട്ടിങ്ങനെ വരാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഒരുത്തിന് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പിന്നെ അമ്മ അങ്ങ് പോയി. അമ്മക്ക് പണിയുണ്ട്, പണിക്ക് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം ഇരുന്ന് ഒരു 11 മണിയായപ്പോൾ പോയി. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നാളെ മുതൽ ഇനി റെഗുലറായിട്ട് പോകണം. അവിടെ നിന്ന് ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കരച്ചു കഴിഞ്ഞു. ഇനി നാളെ ഇനി എന്താവുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇപ്പം നാളെ മുതൽ ഇനി സാധാരണ പോലെ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ ഉണ്ട്. ഇന്ന് വണ്ടിയില്ലായിരുന്നു. സ്കൂൾ തുറന്ന ദിവസമായതുകൊണ്ട് തന്നെ അമ്മമാർ കൊണ്ടാക്കാൻ പറഞ്ഞ് നമ്മൾ കൊണ്ടാക്കി. പിന്നെ പരിപാടിയെല്ലാം കണ്ട് ഞാൻ വിചാരിച്ച് വേഗം ഞാനിന്ന് വരേണ്ടി വരുമെന്ന്. പിന്നെ കുറേ നേരമൊക്കെ ലിയോനെ പിടിച്ച് ഒക്കെ നിർത്തി എങ്ങനെയൊക്കെയോ കുറേ ഇരുത്തി കുറേ നടത്തിച്ച് അങ്ങനെയൊക്കെ കുറേ വേറെ പിള്ളേരെല്ലാം പോയി പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ സമയം കടന്നു പോക്കി. അപ്പോൾ നാളെ മുതൽ ലെവലായിട്ട് പോവാ. യെസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെറിയ വീഡിയോ ആണ്, വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ മോനെയും കൊണ്ടൊക്കെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പറ്റുന്നതെല്ലാം എടുത്തിട്ടുണ്ട്, അവിടെയുള്ള പരിപാടിയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത ഗെയിമിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കാണാത്തവരൊക്കെ പോയി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെയ്ക്കും ബൈ.